الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ഇണയായി ഹവ്വയെയും സൃഷ്ടിച്ചു. സ്വർഗത്തിൽ അവർക്ക് താമസം ഒരുക്കി. പിന്നീട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. സ്വർഗത്തിന് പുറത്തേക്ക് ഭൂമിയിലേക്ക് അവരോട് പോകാൻ കൽപ്പിക്കുകയാണ്. ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. കുൽനഹ്ബിതു മിൻഹാ ജമീഅ, ഇനി നിങ്ങൾ മുഴുവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക. ആദമും ഹവ്വയും അത് അനുസരിക്കുകയാണ്. അവർ ഭൂമിയിലേക്ക് വരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദം, മനുഷ്യവർഗത്തിൻ്റെ മാതാപിതാക്കളായ ആദമും ഹവ്വാനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവർ മുഖാന്തരം മനുഷ്യ സന്താനങ്ങൾക്ക് ആകമാനം വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഒരറിയിപ്പ്, ഈ ഭൂമിയിലുള്ള ജീവിതം നല്ലതും ചീത്തയും
ഗുണവും ദോഷവും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും എല്ലാം കലർന്ന ഒരു ജീവിതമാണ്. എല്ലാം കലർന്ന ഒരു ജീവിതമാണ് ഇനി ഭൂമിയിലുണ്ടാവുക. എന്നാൽ എന്നാൽ നിങ്ങളുടെ നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗദർശനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അഥവാ പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മുതലായവ വഴി നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ നിർദ്ദേശങ്ങൾ ആര് സ്വീകരിച്ചുവോ, അത് അംഗീകരിച്ച് ജീവിച്ചുവോ, അവർക്ക് പിന്നെ ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ആ ഉപദേശ നിർദ്ദേശങ്ങൾ, ആ പാത നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മാർഗമാണ്, തെരഞ്ഞെടുത്ത മാർഗമാണ് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരെ ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുത്തു പ്രവാചകന്മാർക്ക്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തി, ജിബ്രീൽ എന്ന മലക്കിനെ ചുമതലപ്പെടുത്തി. ജിബ്രീൽ എന്ന മലക്ക് ഈ പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുകയാണ്, ദിവ്യ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, ആ മാർഗം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുകയാണ്. ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നസല ബിറൂഹിൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനി അറബിയ്യിൻ മുബീൻ. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? റൂഹുൽ അമീനാണ്. റൂഹുൽ അമീനാണ്, വിശ്വസ്താത്മാവാണ്, റൂഹുൽ അമീനാണ്. അങ്ങനെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയുമായിട്ട് വരുന്നു, ഖുർആന്റെ വചനവുമായിട്ട് വരുന്നു, അള്ളാഹുവിന്റെ ആയത്തുമായിട്ട് വരുന്നു. ആ വരുന്ന രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വഹി എത്തിച്ചു കൊടുക്കുന്നത്. ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ. വളരെ ശക്തമായ, വളരെ വ്യക്തമായ പാറാവുകാർ, ശക്തരായിട്ടുള്ള പാറാവുകാർ അവരുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് ഖുർആൻ എന്ത് ചെയ്യണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആ ദിവ്യ സന്ദേശം സ്വീകരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവ്യ സന്ദേശത്തെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി, തന്റെ ജീവിതം അതാക്കി ജീവിച്ചു കാണിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിന് എങ്ങനെ ഒരു നന്ദിയുള്ള അടിമയായിട്ട് ജീവിക്കണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രബോധനത്തിന്റെ ആ ജീവിത കാലഘട്ടം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും നന്ദിയുള്ള ഒരു അടിമ എങ്ങനെ ജീവിക്കണം, ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഏത് രൂപത്തിൽ ജീവിക്കണം എന്ന് വളരെ കൃത്യമായിട്ട്, വ്യക്തമായിട്ട് ഈ ഉമ്മത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ സഹാബത്ത് ഇരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ മുസ്തഖീമൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൊള്ളിയെടുത്ത് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരച്ചു സഹാബത്തിന്റെ മുമ്പിൽ. ഫഖാല, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ സബീൽ, അള്ളാഹുവിന്റെ മാർഗം, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. ഫഖാല, എന്നിട്ട് സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നേരെയുള്ള വരയിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും ചില ചെറുവരകൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുലൻ, ഇതും ചെറുവഴികളാണ്. വഅലാ കുല്ലി സബീലിൻ ശൈത്താനു യദ്ഉ ഇലൈഹി, ഈ ഓരോ ചെറുവഴികളിലും ഓരോ പിശാച് ഇങ്ങനെ നിൽക്കും. എന്തിന്? അവന്റെ മാർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. സുമ്മ ഖറഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഓതി ഒരു ആയത്തോതി, സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ ആയത്തോതി, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഇതാണ് തീർച്ചയായിട്ടും ഇതാണ് നേരായ എന്റെ മാർഗം, ഇതാണ് എന്റെ നേരായ എന്റെ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ ആ വഴിയിൽ, ആ മാർഗത്തിൽ അതിനെ പിന്തുടരുക എന്ന് ഉള്ള ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം നബിയായി, മുബശ്ശിറായി, മുൻദിറായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് സന്തോഷ വാർത്ത നൽകുന്നവനായിക്കൊണ്ടും താക്കീത് നൽകുന്നവനായിക്കൊണ്ടും അവർക്ക് നേതൃത്വം കൊടുത്ത് ജീവിച്ചും, സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ജീവിച്ചും
തങ്ങളുടെ ജീവനേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബത്ത്, റസൂലുള്ളാഹിന്റെ ജീവിതം മാതൃകയാക്കി ജീവിച്ച സ്വഹാബത്ത്, അവസാന കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം നൽകുന്നുണ്ട് സ്വഹാബത്തിന്. ആ സ്വഹാബത്ത് റിപ്പോർട്ട് പറയാണ് സല്ലബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ, ഒരു ദിവസം ഞങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൂട്ടി നിസ്കരിച്ചു. എന്നിട്ട് സുമ്മ അഖബല അലൈന, എന്നിട്ട് ഞങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവഅലനാ മൗഇദത്തൻ ബലീഗത്തൻ, എന്നിട്ട് ഞങ്ങളോട് വികാര നിർഭരമായ ഒരു ഉപദേശം, ഒരു ഉപദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് തന്നു. ആ ഉപദേശം കേട്ട സമയത്ത് ഞങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് ചാലിട്ടൊഴുകി. വജ്ലത്ത് മിൻഹാൽ ഖുലൂബ്, ആ ഉപദേശം ഞങ്ങൾ ഇങ്ങനെ കേട്ട സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പെടക്കാൻ തോന്നി. ആ സമയത്ത് ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലുള്ളാഹ് കഅന്ന ഹാദിഹി മൗഇദത്തുൻ മുവദ്ദിഹ്, പ്രവാചകരെ, ഇങ്ങനെയുള്ള ഒരു ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു യാത്ര പറയുന്ന, വിട പറയുന്ന ഒരാൾ തരുന്ന ഒരു ഉപദേശം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു പ്രവാചകരെ. ഫമാദാ തൽഹദു ഇലൈന, പ്രവാചകരെ, അങ്ങേക്ക് ഞങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഞങ്ങളോട് വസിയത്ത് നൽകാനുണ്ടോ, ഞങ്ങൾക്ക് വാക്ക് തരാനുണ്ടോ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയാണ്, ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വസ്സംഉ വത്തഅതു വഇൻ അബ്ദൻ ഹബശിയൻ, നിങ്ങൾക്ക് ഇമാമായിട്ട്, നേതാവായിട്ട്, നേതൃത്വമായിട്ട് വരുന്നത് എത്യോപ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അടിമയായിട്ടുള്ള, ഒരു നീഗ്രോ ആയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് നേതാവെങ്കിൽ പോലും, ഒരു അടിമയാണ് നിങ്ങൾക്ക് നേതാവെങ്കിൽ പോലും ആ നേതാവിനെ നിങ്ങൾ അനുസരിക്കണം, ആ നേതാവിനെ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയാണ്, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, തീർച്ചയായിട്ടും സഹാബത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ, വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, മതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫഅലൈക്കും, അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ മേലുള്ള ചുമതലയാണ്, ബിസുന്നത്തി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളത്. വസുന്നത്തുൽ ഖുലഫാഉൽ മഹ്ദിയീൻ അർ-റാഷിദീൻ, സച്ചരിതരായിട്ടുള്ള ഖുലഫാഉ റാഷിദുകളുടെ ചര്യം, അവരുടെ ജീവിതത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം, വഅല്ലു അലൈഹാ ബിന്നവാജിദ്, എങ്ങനെ മുറുകെ പിടിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശക്തി, അതിന്റെ കാഠിന്യം പറഞ്ഞു. നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. എത്ര വികാര നിർഭരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്നതെന്നറിയോ? എന്നിട്ട് അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം, മുഹ്ദസാത്തുൽ ഉമൂർ, കുറെ പുതിയ കാര്യങ്ങൾ ദീനിലുണ്ടാവും, ആ മുഹ്ദസാത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം, വഹീ കിട്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. മുഹ്ദസാത്തായിട്ടുള്ള പുതിയ പുത്തനാചാരങ്ങൾ ഈ സമൂഹത്തിൽ, ഈ മതത്തിൽ കൊണ്ടുവരും. ഫഇന്ന കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ ഏതൊരു ആചാരവും, ഞാൻ കാണിച്ചു തരാത്ത, എന്റെ സുന്നത്തില്ലാത്ത ഏതെങ്കിലും ആചാരങ്ങൾ, ഇബാദത്തുകൾ ഈ ദീനിൽ കൊണ്ടുവന്നാൽ ഫഇന്ന കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അതൊക്കെ ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, അങ്ങനെയുള്ള ഈ പുതിയ കാര്യങ്ങൾ അത് വഴികേടിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വികാര നിർഭരമായിക്കൊണ്ട് അവസാന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഉമ്മത്തിനെ ഉപദേശിക്കാണ്. പ്രിയപ്പെട്ടവരെ, ഉത്തമ തലമുറയായ സ്വഹാബത്ത് പ്രവാചകന്റെ ഈ ഉപദേശം അങ്ങേറ്റം കാത്തു സൂക്ഷിച്ചും ബിദ്അത്തിനെ അവർ പേടിച്ചും, അവർ സുന്നത്തിനെ അവർ മുറുകെ പിടിച്ചും. ആ സ്വഹാബത്തിന്റെ ചര്യ, ആ സ്വഹാബത്തിന്റെ ജീവിത രീതി, അവരെങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയതും, അതേപോലെ താബികളും സലഫ് സ്വാലിഹീങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും മുറുകെ പിടിച്ചും സ്വഹാബത്തിന്റെ ജീവിത രീതി അവർ മാതൃകയാക്കി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത, സംശയം അവർക്ക് നേരിട്ടാൽ അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്കും സ്വഹാബത്തിന്റെ വീക്ഷണത്തിലേക്കും സ്വഹാബികൾ അതിനെങ്ങനെയാണ് നേരിട്ടത്, കണ്ടത് എന്നുള്ളതിലേക്ക് അവർ മടങ്ങി. ഇതാണ് മൻഹജുസ് സലഫ്, ഇത് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അഹ്ലുസുന്ന വൽ ജമാഅ.
കേൾക്കാത്ത ആളുകളില്ല. അഹ്ലുസുന്ന വൽ ജമാ, ഞങ്ങൾ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ നോക്കൂ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ചു കാണിച്ചതും സച്ചരിതരായിട്ടുള്ള പൂർവികർ സലഫ് സ്വാലിഹ്യങ്ങൾ സഞ്ചരിച്ച സത്യത്തിന്റെ പാതയുമാണ് അഹ്ലുസുന്ന വൽ ജമാ. ഈ മാർഗമാണ്, ഈ പാതയാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള ഏക മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹ്, അള്ളാന്റെ പ്രവാചകനിൽ നിങ്ങൾക്കുണ്ട്, ഉസ്വത്തുൻ ഹസന, ഉത്തമമായ ഒരു മാതൃക. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ചര്യയാക്കേണ്ടത് എന്ന് ഉത്തമമായ ഒരു മാതൃക പ്രവാചകനിൽ നിങ്ങൾക്കുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാന്റെ റസൂലില് ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളത് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റോൾ മോഡലായിട്ട് ജീവിച്ചു കാണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ച് ജീവിച്ചു കാണിച്ചു എന്നും സ്വഹാബത്ത് ആ ജീവിതത്തെ ആ സുന്നത്തിനെ കണ്ടു പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തും അവർ അവരുടെ ജീവിതത്തിലേക്ക് അത് സ്കാൻ ചെയ്തെടുത്തും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സ്വഹാബത്ത് പകർത്തിയെടുത്ത രീതി, സ്കാൻ ചെയ്തെടുത്ത രീതി അത്ഭുതമാണ്, കൗതുകമാണ്, രസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ രീതിയും, ഓരോ ചലനങ്ങളും, നടത്തം, ഇരുത്തം, കിടത്തം, ഭക്ഷണ രീതി, പെരുമാറ്റ രീതിയും, സംസാര രീതി, വസ്ത്രധാരണ രീതിയും, ചെരുപ്പ് അയച്ചു വെക്കുന്നത്, ചെരുപ്പ് ധരിക്കുന്നത്, മുടി ചീകി വെക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര, താമസം, ഇറക്കം, ഉറക്കം, ഉണർവ്, ഇങ്ങനെ ഒരുപാട് എല്ലാ മേഖലകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പകർത്തിയെടുത്തി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി പോലും പകർത്താറുണ്ടായിരുന്നു സഹാബത്ത്. ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഖിറു മൻ യദ്ഖുലുൽ ജന്നത റജുലൻ, അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു, അവസാന സമയത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആള്, ആ ആളുടെ മുമ്പിൽ ആ മനുഷ്യൻ വരുന്ന രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയക്കുബ്, വീണ് പോകുന്നുണ്ട്, വയസ്കുതു അലാ വജ്ഹി, അവൻ മുഖം കുത്തി വീഴുന്നുണ്ട്, കാലിലും കയ്യിലും താങ്ങി പിടിച്ച് എഴുന്നേൽക്കുന്നു, വീഴുന്നു, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു മരം ഉയർത്തപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി, അതിന് നീ ആ മരത്തിന്റെ അടുക്കലേക്ക്, ഈ നരകത്തിൽ നിന്ന് അദ്ദേഹം പറയാണ്, ആ മരത്തിന്റെ അടുക്കലേക്ക് എന്നെ അടുപ്പിക്കും, അതിന്റെ തണലിൽ എനിക്ക് കിട്ടട്ടെ, അതിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കട്ടെ, അതിന്റെ അടുക്കലേക്ക് എന്നെ അടുപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഇതിനുശേഷം അതിന്റെ അടുക്കലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ വല്ലതും ചോദിക്കോ? ഇല്ല റബ്ബേ, ഞാൻ ചോദിക്കൂല. അള്ളാഹുക്ക് വാക്ക് കൊടുക്കുക ഈ മനുഷ്യൻ. അവസാനം ഇതിന്റെ അടുക്കൽ എത്തിയതിനു ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് അപ്പുറത്തും അതിനേക്കാളും നല്ലൊരു വൃക്ഷം, ഒരു മരം ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പം അള്ളാഹിനോട് പറയാണ്, യാ റബ്ബി, അതിന്റെ അടുക്കലേക്ക് എന്നെ അടുപ്പിച്ചു തരും. അല്ലാഹ് പറയാണ്, നീയല്ലേ നീ എനിക്ക് വാക്ക് തന്നത്. ആ സമയത്ത് ഇദ്ദേഹം പറയാണ്, റബ്ബി, അതിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു തന്നാൽ പിന്നെ ഞാൻ നിന്നോടൊന്നും ചോദിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അടുക്കലേക്ക് അടുപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ മരങ്ങൾ ഉയർത്തപ്പെടുന്നു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരം ഉയർത്തപ്പെടുകയാണ്. എവിടെയാണ്? ഇന്ദ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടത്തിന് മുമ്പിൽ ഒരു മരം ഉയർത്തപ്പെടുന്നു. അതിലേക്കും അടുപ്പിച്ചു തരാൻ പറയുന്നു. അല്ലാഹു പിന്നീട് അടുപ്പിച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് ഇദ്ദേഹം സ്വർഗത്തിലുള്ള ആളുകളുടെ ശബ്ദങ്ങൾ, അസ്വാതു അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളുടെ ശബ്ദങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ കേൾക്കാണ്. അപ്പൊ അദ്ദേഹം അല്ലാഹുവിനോട് പറയാണ്, റബ്ബേ, ആ സ്വർഗത്തിൽ എന്നെ ഒന്ന് പ്രവേശിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് ചോദിക്കാണ്, നീ പറഞ്ഞിട്ടില്ലേ, കരാറ് തന്നിട്ടില്ലേ, എന്ത് ഇനി ഒരിക്കലും ഒന്നും ചോദിക്കില്ല എന്ന്. ആ സമയത്ത് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് അദ്ദേഹത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നോക്കൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗത്തിൽ താങ്കൾക്ക് എന്തൊക്കെ ഉണ്ടെന്നറിയോ? ദുനിയാവും അത്ര പോലും, ഒരു ദുനിയാവ് എത്ര മാത്രം ഉണ്ടോ ആ ദുനിയാവിന്റെ അത്രയും താങ്കൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, അതസ്തഗ്സിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ, റബ്ബേ, നീ ലോകത്തിന്റെ രക്ഷിതാവാണ്, ലോകരുടെ രക്ഷിതാവായ റബ്ബേ, റബ്ബായിരിക്കെ നീ എന്നെ പരിഹസിക്കുകയാണോ?
നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ് ചോദിക്കണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫളഹിക എന്നിട്ട് ചിരിക്കാണ്. ആളുകൾക്ക് ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫളഹിക ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിക്കുന്നുണ്ട്. ചിരിച്ച സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് ചോദിക്കാണ്, അല്ലാ തസ്അലൂനി മിമ്മാ ലക്കും, എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഞാൻ എന്തിനാ ചിരിച്ചതെന്ന്, ഞാനിപ്പം ചിരിച്ചത് എന്തിനാണ് എന്ന് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? ആ സമയത്ത് കൂട്ടുകാരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് മിമ്മാ തൽഹഖു, നിങ്ങൾ എന്തിനാ ചിരിച്ചത്, നിങ്ങൾ എന്തിനാ ചിരിച്ചത്? അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹാകദാ ലൈക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരം ഈ ഹദീസ് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിരുന്നു. ഫഖാലു മിമ്മാ യലഖു യാ റസൂലല്ലാഹ്, ആ സമയത്ത് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, പ്രവാചകരെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നത്? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, മില്ലഹികി റബ്ബിൽ ആലമീൻ, ഈ മനുഷ്യന്റെ ഈ വർത്താനം കേട്ടപ്പം, ഏത് വർത്താനം കേട്ടപ്പം, അത്തസ്തഅസിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ, റബ്ബേ നീ ലോകരുടെ രക്ഷിതാവായ റബ്ബാണല്ലോ, അങ്ങനെയുള്ള റബ്ബായ നീ എന്നെ കളിയാക്കുകയാണോ റബ്ബേ, പരിഹസിക്കുകയാണോ റബ്ബേ എന്നീ മനുഷ്യന്റെ ചോദ്യം കേട്ടപ്പം അള്ളാഹു ചിരിച്ചു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. അത് ഇപ്രകാരമായിരുന്നു ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത് എന്ന് പോലും വളരെ സൂക്ഷ്മമായിട്ട് റസൂലുള്ളാഹിന്റെ ജീവിതം, റസൂലുള്ളാഹിന്റെ വാക്കുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം ജീവിതചര്യ സൂക്ഷ്മം നിരീക്ഷിച്ച് വിലയിരുത്തി അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ എത്രമാത്രം കഴിയുന്നുവോ അത്രമാത്രം ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് സ്വഹാബത്ത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ പള്ളിയിലാണ്. പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, എത്ര ആളാണ്. അബ്ദുള്ള റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, അദ്ദേഹത്തിന്റെ ആ വസ്ത്രം ഒന്നിങ്ങോട്ട് ഉയർന്നാൽ, ഒന്നും കൂടി അല്പം കൂടി ഒന്ന് ഉയർന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അബ്ദുള്ളയുടെ പിതാവ്, അദ്ദേഹത്തിന്റെ പിതാവ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വേഗം വീട്ടിൽ ചെന്നിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമൊക്കെ നിന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പുകഴ്ത്തിയിട്ടുണ്ട്, പക്ഷെ നിന്റെ വസ്ത്രത്തിന്റെ കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ സമയത്ത് പിന്നീട് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രം താന്നു പോയിട്ടില്ല. അബ്ദുള്ള റളിയല്ലാഹുവിന്റെ വസ്ത്രം പിന്നീട് താന്നു പോയിട്ടില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. ഈ സ്വഹാബത്തിനെ പിൻപറ്റിയിട്ടുള്ള പൂർവികരായിട്ടുള്ള സലഫ് സ്വാലിഹീങ്ങൾ, താബികൾ, തബഉ താബികൾ, അവരൊക്കെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹാബത്തിന്റെ ജീവിത രീതിയും പരമാവധി അവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. അതാണ് അഹ്ലുസുന്ന വൽ ജമാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ, സ്വഹാബത്ത്, സലഫ് സ്വാലിഹീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്വീകരിച്ച് ജീവിച്ചുവോ, ഏതൊരു ഹക്കിന്റെ മേൽ, സത്യത്തിന്റെ മേൽ അവർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടുവോ അത് സ്വീകരിക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ. അതല്ലാതെ നാട്ടിൽ കുറെ ആളുകൾ പറയും, ഞാനും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളാണ്, സുന്നത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പകരം ബിദ്അത്തുമായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി ചെയ്യാത്ത ഒരു കർമ്മമാണ്, ആരാധന കർമ്മമാണ് തന്റെ ബർത്ത്ഡേ, തന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാഉ റാഷിദികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഉൽ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റുക, ഖുലഫാഉ റാഷിദുകൾ, സച്ചരിതരായിട്ടുള്ള ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്ത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞ ആ ഖുലഫാഉ റാഷിദുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് ശേഷം വന്ന താബിഈങ്ങൾക്ക് ശേഷം വന്ന തബഉ താബിഈങ്ങൾ, സച്ചരിതരായിട്ടുള്ള സലഫു സ്വാലിഹീങ്ങൾ, അവരാരും ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുകയും ഒരു പുതിയതായിട്ടുള്ള ബിദ്അത്ത് കൊണ്ടുവരികയും എന്നിട്ട് ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുകയും പറഞ്ഞെടുക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്, അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളല്ല, അഹ്ലുൽ ബിദ്അ വൽ ഖുറാഫ, ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന ആളുകളാണ്. ആ ആളുകൾ എന്ന സത്യം, അഹ്ലുസുന്ന വൽ ജമാ എന്ന ആ ഒരു വാക്ക്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് ഏത് രീതിയിലാണോ കാണിച്ചത് അതനുസരിച്ച് ജീവിച്ചു തന്ന സഹാബത്തിന്റെ ജീവിത രീതി പിന്തുടരുന്ന ആളുകളാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ സുന്നത്തിന്റെ ആളുകളായിട്ട്, ജമാഅത്തിന്റെ ആളുകളായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫ് വലാ ഹും യഹ്സനൂൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദിവ്യ സന്ദേശം ഇറങ്ങും, അതെങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജീവിച്ച് ദുനിയാവിൽ നിന്ന് വിട പറയുകയാണ്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് വത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സൂറത്തു തൗബയിലെ 100-ാമത്തെ ഒരു വചനത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളും അതുപോലെ തന്നെ മുഹാജിറുകളിലും മുൻകടന്നിട്ടുള്ള ആളുകൾ, വല്ലദീന തബഊഹും അവരെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിത രീതി, അവരുടെ ജീവിതചര്യ, അത് ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ള, അതനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആളുകൾ, റളിയല്ലാഹു അൻഹും വറളു അൻഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. കാരണം സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് ജീവിച്ചു ആ സ്വഹാബികളെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ, അവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ, സ്വർഗ്ഗത്തോപ്പുകൾ, തജ്രി തഹ്തിയൽ അൻഹാർ, ഈ ജന്നാത്ത് സ്വർഗത്തിന്റെ തായ്വാരകളിലൂടെ അരുവികൾ ഒഴുകുന്ന പൂന്തോപ്പുകളാണ്. ഖാലിദീന ഫീഹ അബദ, ആ പൂന്തോപ്പുകളിൽ അവർ ശാശ്വതരായിരിക്കും, ഒരിക്കലും അതിൽ നിന്ന് പുറത്താക്കപ്പെടുകയില്ല. നിത്യവാസത്തിന്റെ ഒരു ഭവനമാണ് സ്വർഗം എന്നുള്ളത്. ദാലികൽ ഫഅസുൽ അളീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ, അത് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള സ്വഹാബത്തിന്റെ ജീവിതചര്യ, അത് മനസ്സിലാക്കി എങ്ങനെയാണ് സ്വഹാബത്ത് ജീവിച്ചത് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ളത്. ഈ ഒരു ആശയത്തിലേക്ക്, ഈ ഒരു ആദർശത്തിലേക്ക് തന്നെയാണ് ഈ ആദർശത്തിലേക്ക് തന്നെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഒരു 100 വർഷം മുമ്പ് നമ്മുടെയൊക്കെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. 100 വർഷത്തിന്റെ അങ്ങോട്ടൊന്നും പോകണ്ട. അഹ്ലുസുന്ന, അള്ളാഹുവിന്റെ ഈ ദീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമായി എത്രമാത്രം പൊരുത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഖുർആന് മാറ്റിവെക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഖുർആൻ പഠിക്കാതെ അതിനു പകരം മറ്റു കിതാബുകൾ, മൗലൂദുകൾ അത് പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു തേടേണ്ടതിന് പകരം മറ്റു ആരെങ്കിലുമൊക്കെ വിളിച്ചു തേടുന്ന അവസ്ഥ. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് പകരം മറ്റു ശക്തികളിലേക്ക്, മരണപ്പെട്ടു പോയ ആളുകളിലേക്ക് തവക്കുൽ ചെയ്യുന്ന, ഭരമേൽപ്പിക്കുന്ന ഒരു സാഹചര്യം. ഖുർആൻ എന്താണ് പറഞ്ഞത് എന്ന് പോലും, തിരുസുന്നത്ത് എന്താണെന്ന് പറഞ്ഞതുപോലും അറിയാത്ത ഒരു കാലഘട്ടം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ചരടിലോ അല്ലെങ്കിൽ ഒരു ഏലസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ച് ശരീരത്ത് വെച്ച് കെട്ടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയ ഒരു സമയത്താണ് ഈ കേരളത്തിലെ ജനങ്ങളെ എന്താണ് അഹ്ലു സുന്ന വൽ ജമാഅ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മഹത്തായ ഒരു സംരംഭം കേരള ജമിയത്തുൽ മുജാഹിദീൻ അത് പ്രവർത്തനം ആരംഭിച്ചത്. 100 വർഷം കഴിഞ്ഞു. പിന്നീടാണ് ഒരു മതസംഘടന മറ്റു മതസംഘടനകളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിന്റെ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസം, ഈ സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇതിന്റെ പിറകിൽ വലിയ അധ്വാനം, പ്രയത്നവും ഉണ്ടായിട്ടുണ്ട്.
ഒരുപാട് ആളുകൾ ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സത്യമൊന്നും നമുക്ക് പലപ്പോഴും നമ്മൾ അറിയണില്ല. ഇങ്ങനെ ഒരു ഈ ഒരു സംഘം അല്ലെങ്കിൽ ആദർശ കൂട്ടായ്മ ഇതിവിടെ ഇല്ല, കേരളത്തിൽ ഇല്ല എങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലും ലജ്ജിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ. പലപ്പോഴും ജാറത്തിന്റെയും മക്ബറകൾക്ക് മുമ്പിലും സുജൂദ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു പരിധിവരെയൊക്കെ അതിൽ നിന്ന് തടയാനും ചിന്തിക്കാനുമുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ടായത്, അതിലേക്ക് എത്തിയത് തന്നെ ഈ ജമിയത്തുൽ മുജാഹിദീൻ, കേരള ജമിയത്തുൽ മുജാഹിദീന്റെ അതിയായ പരിശ്രമമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. നമുക്ക് ഈ ദീനി വെളിച്ചം നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ശിർക്കിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട്, ബിദ്അത്തിൽ നിന്നും രക്ഷപ്പെട്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ ഈ SIRന്റെ ഫോമൊക്കെ പൂരിപ്പിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ, നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക. ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം കാലം എങ്ങനെ പോണത് എന്നറിയില്ല. നമുക്കൊന്നും ഒരു പ്രശ്നമില്ല എങ്കിൽ പോലും നമുക്കൊക്കെ നമ്മുടെ മക്കളുണ്ട്. അവർക്ക് ശേഷമുള്ള തലമുറകൾ ഇവിടെ എന്ത് ചെയ്യണം, ജീവിക്കണം. അവർക്ക് ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ, ഐഡന്റിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജാഗ്രത, പേടിക്കൊന്നും വേണ്ട, അതിൽ ജാഗ്രത എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കാരണം നമ്മൾ മാത്രമല്ല, നമുക്ക് ശേഷം വരുന്ന നമ്മുടെ തലമുറകൾ, അവർക്ക് എന്താ പറയുക, അവർക്ക് സമാധാനത്തോടു കൂടി, നിർഭയത്വത്തോടു കൂടി അവർ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതൊക്കെ അതിന്റെ ഗൗരവം കൊടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ.